നമ്മുടെ തലസ്ഥാനത്തെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകവും തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ജുമാ മസ്ജിദുമാണ് മണക്കാട് വലിയ പള്ളി. അംഗസംഖ്യ കൊണ്ടും വിസ്തീർണം കൊണ്ടും തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ജമാഅത്താണ് മണക്കാട് പള്ളി. മണക്കാട് പള്ളിക്ക് തിരുവനന്തപുരത്തിന്റെ പൈതൃക ഭൂപടത്തിലും പ്രത്യേകമായൊരു സ്ഥാനമാണുള്ളത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭക്തർക്കായി തുറന്നു കൊടുക്കുന്ന പള്ളി മതസൗഹാർദ്ദത്തിന്റെ മഹത് മാതൃക കൂടിയാണ്. അപ്പോൾ ഈ പള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കൈത്തൊഴാമിൽ കാണാം. തെക്കൻ കേരളത്തിലെ ചിരപുരാതനവും ചരിത്ര പാരമ്പര്യം ഉൾക്കൊള്ളുന്നതുമായ ജമാഅത്താണ് തിരുവനന്തപുരം മണക്കാട് വലിയ പള്ളി മുസ്ലിം ജമാഅത്ത്. 100 വർഷത്തിനു മുകളിൽ ചരിത്രമുള്ള മണക്കാട് വലിയ പള്ളിക്ക് തിരുവിതാംകൂറിന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. തിരുവിതാംകൂറിന്റെ സ്ഥാപകനായ വീരമാർത്താണ്ഡവർമ്മ മഹാരാജാവ് പത്മനാഭസ്വാമി ക്ഷേത്രം പുനർനിർമ്മിക്കുമ്പോൾ മണക്കാട് ഒരു മുസ്ലിം പള്ളിയും ഉണ്ടായിരുന്നു. കച്ചവടക്കാരും കൃഷിക്കാരും വൈദ്യന്മാരും ഭടന്മാരും അടങ്ങുന്ന നാട്ടുകാരായിരുന്നു ഈ പള്ളി ഉപയോഗപ്പെടുത്തിയിരുന്നത്. കച്ചവടത്തിൽ മുസ്ലിങ്ങൾക്കുള്ള പ്രാവീണ്യം തിരിച്ചറിഞ്ഞ മഹാരാജാവ് തിരുവിതാംകൂട്ട് നിന്ന് 10 കച്ചവടക്കാരെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നതിന് അവസരം കൊടുത്തതോടെ അവർ മണക്കാട് വലിയ പള്ളിയുടെ ഭാഗമാവുകയും ചെയ്തു. പിന്നീട് നമസ്കാര സൗകര്യാർത്ഥം മണക്കാട് വലിയ പള്ളിയെ ജമാഅത്താക്കി നിർമ്മിക്കുകയായിരുന്നു. രാജഭരണകാലത്തിൻ്റെ ആ ഘട്ടങ്ങളിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ വ്യാപാര സംബന്ധമായി വന്ന ആൾക്കാർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം കണക്കാക്കി മണക്കാട് ജമാഅത്തിൻ്റെ അന്നത്തെ കാരണവന്മാർ ഈ പള്ളി കുറച്ചും കൂടി വിപുലപ്പെടുത്തി അത് നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി അന്ന് സൗകര്യപ്പെടുത്തിയിരുന്നു. പിൽക്കാലത്ത് ആ രാജഭരണകാലത്ത് ഉണ്ടായിരുന്ന പഴയകാല ആ പള്ളിയെ 60 വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. 60 വർഷം മുമ്പ് പുതുക്കി വളരെ വിപുലമായ രീതിയിൽ ഒരു അന്നത്തെ പരിസരത്തുള്ള പള്ളികളിലേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ വലിയ സൗകര്യത്തോടു കൂടി ഒരു വലിയ പള്ളിയാക്കി നിർമ്മാണം പൂർത്തിയാക്കി. അതിനുശേഷമാണ് മണക്കാട് പള്ളി എന്നത് മണക്കാട് വലിയ പള്ളി എന്ന നാമത്തിൽ അറിയപ്പെട്ടത്. 5.5 ഏക്കർ വിസ്തൃതിയിലാണ് മണക്കാട് പള്ളി സ്ഥിതി ചെയ്യുന്നത്. പുരാതന കേരളീയ വാസ്തുശില്പ രീതിയിൽ പണിത ഇരുനിലകളുള്ള ചെറിയ പള്ളിയായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. അറുപത് വർഷങ്ങൾക്ക് മുൻപ് പഴയ പള്ളി പൊളിച്ച് 400 പേർക്ക് നമസ്കരിക്കാവുന്ന പള്ളി നിർമ്മിച്ചു. എന്നാൽ കാലക്രമേണ നമസ്കാരത്തിന് പള്ളി മതിയാകാതെ വന്നതോടെ 2012 പുതിയ പള്ളി നിർമ്മിക്കാൻ തുടങ്ങുകയായിരുന്നു. 2017 പള്ളി നിർമ്മാണം പൂർത്തീകരിച്ചത്. 4.5 കോടി രൂപ ചെലവിൽ 3 നിലകളിലായി 4500ഓളം പേർക്ക് നമസ്കരിക്കാവുന്ന പള്ളിയാണ് നിർമ്മിച്ചത്. 4500 കുടുംബങ്ങളും 40,000 അംഗങ്ങളും വരുന്നതാണ് നമ്മുടെ ജമാഅത്തിന്. പക്ഷേ മറ്റുള്ള പള്ളികളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിട്ടുള്ളതാണ് നമ്മുടെ ജമാഅത്തിൻ്റെ അംഗങ്ങൾ. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയാണ് മണക്കാട് പള്ളി. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്കെത്തുന്ന സ്ത്രീകൾക്ക് പള്ളിയിൽ നിന്ന് എല്ലാ സൗകര്യവും ഒരുക്കി നൽകും. മതസൗഹാർദ്ദത്തിനപ്പുറം അതിനെ നമ്മൾ ഒരു മാനവ സൗഹാർദ്ദമായിട്ടാണ് കണ്ട് അവർക്കുള്ള വേണ്ട സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുടിവെള്ളമായിരുന്നാലും പ്രാഥമിക ആവശ്യങ്ങളായിരുന്നാലും അതിനൊന്നും ഒരു വേർതിരിവില്ലാത്ത രീതിയിൽ സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ജാതി മതഭേദമന്യേ എല്ലാവരും പ്രാർത്ഥനയ്ക്കായി എത്തുന്ന ഷൈഖ് സയ്യിദ് ഒലിയുല്ല പച്ചക്കറി തങ്ങൾ ദർഗാ ഷരീഫ് പള്ളിയുടെ സമീപത്താണുള്ളത്. തലസ്ഥാനത്തെ മതമൈത്രിയുടെ പ്രതീകമായി മണക്കാട് പള്ളി ഇന്നും തുടരുകയാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.